മുത്തുനബിയോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൽ ഏറ്റവും വലിയൊരു ഭാഗം അവിടുത്തെ പേരമക്കളോടുള്ള സ്നേഹമാണ്. മഹാന്മാരായ സാദാത്തുക്കൾ വലിയവരാണ്. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട പേരമക്കളെന്ന് മുഹമ്മദ് മുസ്തഫ. അവരെ സ്നേഹിക്കലല്ലാതെ ഒന്നും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ലെന്ന് മൽഹറുല്ലതമ്മ മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാദാത്തുക്കളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. സാദാ മഹാനായ സയ്യിദ് അവർകൾ വരുന്ന വേദിയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ പേരക്കുട്ടികൾ അവർ വലിയവരാണ്. അവരേത് ഗ്രൂപ്പുകാരാണെങ്കിലും അവരേത് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെങ്കിലും സാദാത്തുക്കളെ നിസാരപ്പെടുത്താൻ പാടില്ല. തെരുവോരങ്ങളിൽ ഈമാനില്ലാത്തവർ, അബൂജഹലിന്റെ അനുയായികൾ എന്നും സാദാത്തുക്കൾക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് കേട്ട് ഒരു സയ്യിദിനെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഒരു തങ്ങളെയും ആക്ഷേപിക്കാൻ പാടില്ല. കാരണം ദീനിനെ അല്ലാഹു നിലനിർത്തിയത് തങ്ങന്മാരിലൂടെയാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ ബദറിന്റെ രണാങ്കളം. ആ ബദറിന്റെ രണാങ്കളത്തിൽ മുഹാജിരീകളായ ആളുകൾ യുദ്ധത്തിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഇറങ്ങിയത് 3 തങ്ങന്മാരാണ്. ഹബീബായ മുത്തുനബിയുടെ കുടുംബത്തിലെ ബനൂ ഹാശിം ബനൂ മുത്തലിബ് കുടുംബത്തിലെ മുത്തുനബിയുടെ തങ്ങന്മാരായ ആളുകൾ, അവരാണ് ആദ്യമായി ഇറങ്ങിയത്. മുഹാജിറിന്റെ വാക്കുകേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാ. മഹാനായ ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ബാപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരനായ ഹാരിസയുടെ മകനാണ്. മറ്റൊന്ന് ഹംസത്തുൽ കറാറാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയുടെ നേരെ സഹോദരനാണ്. മറ്റൊന്ന് അലി ഇബ്നു അബീ താലിബാണ്, ഹബീബായ തങ്ങളുടെ പിതാവിന്റെ മറ്റൊരു സഹോദരനായ അബൂ താലിബിന്റെ മോനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ് 3 പേരും. അവർ 3 പേരും തങ്ങന്മാരാ. ഇസ്ലാം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ബദറിന്റെ രണാങ്കളത്തിലേക്ക് ആദ്യമായി യുദ്ധത്തിനിറങ്ങിയത് തങ്ങന്മാരാണ്. പ്രതിസന്ധികൾ ഒരുപാട് നമ്മൾ തരണം ചെയ്തു. ഒരു സമയത്ത് ഇസ്ലാം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഗൗസുൽ ആലമിന്റെ കൈപിടിക്കുന്നത്. മഹാനായ ഗൗസുൽ ആലമിന്റെ കൈപിടിക്കുന്നു. ഗൗസുൽ ആലം തങ്ങളാകുന്ന അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ ആബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമാ. ഉമ്മയും ബാപ്പയും മുത്തുനബിയിലേക്ക് എത്തുന്ന മഹാനായ ഗൗസുൽ ആലം തങ്ങൾ വന്നു. മുഹിയുദ്ദീൻ, ദീനിനെ ജീവിപ്പിക്കുന്ന നേതാവായി മാറി. ഇങ്ങനെ തങ്ങന്മാരിലൂടെയാണ് നമ്മളെ കേരളം വലിയ പ്രതിസന്ധി നേരിട്ട സമയം ഉണ്ടായില്ലേ? നമ്മുടെ രാജ്യത്തെ ദീനൊക്കെ രാഷ്ട്രീയക്കാർക്ക് അടിയറ വെക്കുന്ന ഒരു കാലം ഉണ്ടായില്ലേ? ആ സമയത്ത് നമ്മളെ രക്ഷിച്ചതാരാ? അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, മഹാനായ താജുൽ ഉലമ നൂഹ് നബിയുടെ കപ്പൽ പോലെ കടന്നു വന്നിട്ടല്ലേ നമുക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് നമ്മളെ രാജ്യം കാണുന്ന ഇസ്ലാമികമായ എല്ലാ ചൈതന്യത്തിനും ആത്മീയ നേതൃത്വം നൽകിയത് ഒട്ടിക്കുളം മഖാമിൽ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ പവറാണെങ്കിൽ ആ തങ്ങന്മാരാണ് നമുക്കെന്നും ആത്മീയ നേതൃത്വം. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം. 10,000കണക്കിന് ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന മഹാനായ നൂറ് സാദാത്ത് ബായാർ തങ്ങളെപ്പോലുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, അവരാണ് നമ്മുടെ വിജയം. ആ തങ്ങളെ നേതൃത്വത്തിൽ ഖുതുബുൽ ആലമിന്റെ മുറ്റത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറ് കൊണ്ട് മഹാനായ ഖുതുബുൽ ആലമിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പ്രകാശമാൻ. എത്ര പറഞ്ഞാലും മതിവരാത്ത പരിശുദ്ധമായ മദീന മുനവ്വറയുടെ അകത്തളങ്ങളിൽ നിന്ന് ആരംഭപ്പൂവിന്റെ പ്രകാശം നേരിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ മഹാനല്ലേ മഹാനായ ഖുതുബുൽ ആലം തങ്ങൾ. വനൂറുൽ ഇബാദി വൽ ഇബാദത്തി കുല്ലുഹാ വനൂറുൽ ജിനാനി കുല്ലുഹാ മിൻ മുഹമ്മദി വവിൽദാനുഹാ വൽ ഹൂറു കുല്ലും ബിനൂരിഹി വകൈഫ ലിസാനി മദ്ഹു
നൂരി മുഹമ്മദി. മദ്ഹ് പറഞ്ഞാൽ തീരാത്ത മുഹമ്മദ് മുസ്തഫാന്റെ പ്രകാശത്തെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയ മഹാനാണ് മഹാനായ ഖുത്ബുൽ ആലം CM മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി. ആ പ്രകാശത്തിന്റെ ചാരത്ത് നൂറ് സാദാത്തായ തങ്ങളുപ്പയപ്പയുടെ പ്രകാശവും കാത്ത് റബീഉൽ അവ്വലാകുന്ന ഏറ്റവും വലിയ പ്രകാശത്തെ നെഞ്ചേറ്റിയ മാസത്തില് നമ്മൾ കാത്തിരിക്കുമ്പോ നമ്മുടെ പ്രതീക്ഷ അല്ലാഹു വെറുതെയാക്കുകയില്ല. ആ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ.